ഹക്കാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉറച്ചു നിന്നാൽ മതി. എതിരെന്തായാലും ഉണ്ടാകും. പിശാചും അമ്മാറത്തും നഫ്സോടുള്ള കാലത്തോളം ഏത് ഹക്കിനും എതിരുണ്ടാകും. എതിര് കൂടുതൽ വരൽ എന്തിൻ്റെ അടയാളമാണെന്ന് മഹാന്മാർ ഹക്കിന് ഹക്കാണെന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആദർശം അമാനത്താണ്. എന്താണ് ആദർശം? അത് അല്ലാഹും റസൂലും പഠിപ്പിച്ച ആദർശം തന്നെ. വേറെന്താ? നബി തങ്ങൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും എൻ്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ അവൻ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ അവൻ കാണേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഫലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലൊക്കെ അല്ലറ ചില്ലറ മുനാഫിഖീങ്ങളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു പള്ളി ഉണ്ടാക്കിയ കഥ കേട്ടില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ തഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂല. ഇങ്ങനെ പറഞ്ഞിട്ട് ലാ തഖും ഫീഹി അബദ, പള്ളിയിൽ ഒരിക്കലും ചവിട്ടിപ്പോകരുത് നബിയേ. മസ്ജിദുൽ ദിറാർ ലളിതങ്ങൾക്ക് വിലങ്ങായിക്കൊണ്ട് പിൽക്കാലത്ത് പലരും വരികയാണെങ്കിൽ അവർക്കൊരു താവളം ഒരുക്കിക്കൊണ്ട് നിബിധങ്ങളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ പള്ളി ഉണ്ടാക്കിയത്. നബിധങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ നബിധങ്ങൾ ഉദ്ഘാടനം ചെയ്തെന്നായല്ലോ. നബിധങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനല്ലേ, ഒന്നും നോക്കേണ്ടതില്ല. കാരണം പറ്റൂലെങ്കിൽ ഓർഡർ വരും. ആ നിലക്ക് അന്തല്ലായിട്ടാണ് മനസ്സിലാക്കരുത്. നബിധങ്ങൾക്ക് അന്തല്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഉദ്ഘാടനത്തിന് പോകാൻ തയ്യാറായി നിന്നോ. നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അങ്ങോട്ട് കാല് വെച്ച് പോകത്തില്ല. മസ്ജിദുൻ നുസ്സിസ അല തഖ്വ, അല്ലാഹു തആലാന്റെ പരിപൂർണമായ നിർദ്ദേശപ്രകാരം തഖ്വയോടുകൂടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട പള്ളി അതേതാ? മസ്ജിദ് ഖുബാൻ. പിന്നല്ലേ മസ്ജിദ് നബവി ഒന്ന്. മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി. വലിയ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിശദീകരിക്കില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പിന്നെ ജൂതന്മാരും നസാറാക്കളും മുനാഫിഖീങ്ങളും കാഫിറുകളൊക്കെ എന്തൊക്കെയോ ചെയ്തു. എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ദീൻ്റെ കാര്യം ചെയ്യുമ്പോൾ രണ്ടാൾ എതിര് പറഞ്ഞാൽ ബേജാറാകുക. നിബിധങ്ങളെ കൗത്തിൽ കുടൽമാല കൗത്തിലിട്ടില്ലേ? സ്കരിക്കുമ്പോൾ കാലിന് കല്ലും ചോര പൊട്ടിച്ചില്ലേ? ഭക്ഷ്യ ഉപരോധം നടത്തിയില്ലേ ഖുറൈശികൾ? ഇലതൊന്നും സഹാബത്ത് ജീവിച്ചില്ലേ? എന്നിട്ടും അവരടങ്ങിയില്ല. ജന്മനാടായ കഅബത്തിൻ്റെ നാടും കൂടിയായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി നാട് കടക്കേണ്ടി വന്നില്ലേ? ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് ചിന്തിക്കാൻ നമുക്കൊന്നുമില്ല. നമ്മൾ ഹക്കാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഉറച്ചു നിന്നാൽ മതി. എതിരെന്തായാലും ഉണ്ടാകും. പിശാചും അമ്മാറത്തും നഫ്സോടുള്ള കാലത്തോളം ഏത് ഹക്കിനും എതിരുണ്ടാകും. എതിര് കൂടുതൽ വരൽ എന്തിൻ്റെ അടയാളമാണെന്ന് മഹാന്മാർ ഹക്കിന് ഹക്കാണെന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നബി നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കഅബ ശരീഫിനെ നോക്കിയിട്ട് യാ ബൈത്തുല്ലാഹ്, അല്ലാഹു തആലാന്റെ വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടര നിസ്കരിച്ചാൽ 1,00,000 പ്രതിഫലം കിട്ടുന്നതാണ്. കഅബനെ നോക്കി പറഞ്ഞു, യാ കഅബ യാ ബൈത്തുല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ വീട്, നിന്നെ വിട്ടുപോകാൻ എനിക്ക് പ്രയാസമുണ്ട്. പോകേണ്ടി വന്നിട്ട് ഓർഡർ പ്രകാരം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനൊക്കെ നബിതങ്ങൾ സഹിച്ചു. മദീനയിലേക്ക് എത്തി. എന്നിട്ട് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഒരു കൊല്ലം അങ്ങനെ ഹിജറ 2-ാം കൊല്ലമാണ് തിരിച്ചടിക്കാൻ അനുവാദമുണ്ടായത്. ഇതൊക്കെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ഞാനും ആരെയും ഉപദേശിക്കുന്നില്ല. നമ്മൾ സഹോദരന്മാരെ പോലുള്ള ചർച്ചയാണ്. അപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞു? എൻ്റെ കാലശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ ആയുസ്സുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസം. മുനാഫിഖീങ്ങൾ ഒരു ഭാഗത്ത്, വിദേഹത്തിൻ്റെ അധികാരം ഒരു ഭാഗത്ത്.
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു യോദ്ധാവിൻ്റെ മാതിരിയാണല്ലോ. അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ വിദേഹത്വം തുടങ്ങിയ കാലത്ത് ഒരാൾ ഒരു അയറാബി വന്ന് പറഞ്ഞില്ലേ, ഗനീമത്ത് സ്വത്ത് ഓരി വെച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേമാതിരിയല്ല കൊടുത്തത് നബി. എന്ത് പറഞ്ഞു? എല്ലാവർക്കും അറിയാമല്ലോ. യഹ്ദില്ല മുഹമ്മദ് ഇത് ശരിയല്ല, അനീതിയാണ്, നീതി ചെയ്യൂ. ഇതോതുമ്പോൾ ശൈഖുന പറയും, അപ്പോൾ നീതിയും അനീതിയും വരാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു. ഒരു വിധങ്ങൾ മറുപടി എന്താ പറഞ്ഞത്? ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. വല്ലാത്തൊരു വാക്കാണ്. ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. വിദേഹത്തിൻ്റെ തുടക്കം അവിടുന്ന ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. 124,000 അമ്പിയാ മുസ്ലിം ഈ ലോകത്തേക്ക് നീതി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവരെ സുൽത്താനാണ് ആര്? സുൽത്താനുൽ അംബിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഞാൻ നീതി കാണിക്കുന്നത് പിന്നെ ആരാണ്? ഫമയ്യ അതിൽ എന്ന് ചോദിച്ചു. ഖത്താബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നബിയെ ഒന്ന് സമ്മതം അപ്പം വെട്ടാൻ പാടില്ല. ഇവൻ്റെ പിന്നിൽ കൂടി ഇതേ സ്വഭാവക്കാരെമ്പാടും വരാനുണ്ട്. ചരിത്രം പറയുന്നു, ആ പരമ്പരയിലാണ് ആര് ജനിച്ചത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹാബിയുടെ നേതാവ്.